നമ്മൾ ഈ ദുനിയാവിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ എവിടെയായിരുന്നു? ഉമ്മയുടെ വയറ്റിലായിരുന്നു. അതിൻ്റെ മുന്നേ എവിടെയായിരുന്നു? നമുക്കറിയില്ല നമ്മൾ എവിടെയായിരുന്നു. ഇനി ഈ ദുനിയാവ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഇരിക്കും? ഖബറിലായിരിക്കും. ഖബർ കഴിഞ്ഞാലോ മഹ്ശറയിലായിരിക്കും. മഹ്ശറ കഴിഞ്ഞാലോ മഹ്ശറ വരെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും നമ്മൾ എവിടെയായിരിക്കും. ദുനിയാവ് കഴിഞ്ഞാൽ ഖബറിലായിരിക്കും, ഖബർ കഴിഞ്ഞാൽ മഹ്ശറയിലായിരിക്കും. മഹ്ശറ കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റൂല. അവിടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ എഴുതി വെച്ച ഗ്രന്ഥമുണ്ട്, അതുപോലെ തന്നെ സിറാത്ത് പാലമുണ്ട്, ഒട്ടനവധി സംഗതികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മിൽ ഭാഗ്യമുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകും, ഭാഗ്യം കെട്ട ആളുകൾ നരകത്തിലേക്ക് പോകും. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ എത്തിച്ചേർക്കട്ടെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. നമ്മളിപ്പോൾ ദുനിയാവിലാണുള്ളത് അല്ലേ? ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ നിങ്ങൾക്ക്? പരിശുദ്ധ ഖുർആനിൽ ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പഠിച്ചോൻ പറഞ്ഞത് വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നാണ്. വഞ്ചനയുടെ വിഭവമാണ് ഈ ദുനിയാവ് എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും പടച്ചോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? അള്ളാഹു എന്തുകൊണ്ടായിരിക്കും ദുനിയാവിനെ വഞ്ചനയുടെ വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ 13 വയസ്സുള്ളവരുണ്ട്, 15 വയസ്സുള്ളവരുണ്ട്, 17 വയസ്സുള്ളവരുണ്ട് അല്ലെ? പല പ്രായങ്ങളുള്ള ആളുകളാണ്, കുട്ടികളാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നോക്ക്, ഒന്നെല്ലാവരും ഒന്ന് നെഞ്ചത്ത് കൈവച്ച് നോക്ക്. ഒരു മിടിപ്പില്ലേ? ഒരു ചെറിയ നേരിയ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? എന്താണ്? നമ്മുടെ ഹാർട്ടാണ്, ഹൃദയമാണ്. ആ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കാൻ ഒരു ദിവസം 1,00,000-ൽ കൂടുതൽ തവണ ഹൃദയം മിടിക്കുന്നതാണ്. ഈ ദുനിയാവിനെ കുറിച്ച് അള്ളാഹു വഞ്ചനയുടെ വിഭവം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഈ ഗ്രാമുകൾ മാത്രം തൂക്കമുള്ള ഈ ഹൃദയത്തിന്റെ സ്പന്ദനം, ഈ ഹൃദയത്തിന്റെ മിടിപ്പ് ഒരു സെക്കൻഡ് നിന്ന് പോയാൽ നമ്മളെന്താവും? പിന്നെ നമ്മുടെ കൂട്ടത്തില് അൽത്താഫ് ഉണ്ടാവും, അജ്മൽ ഉണ്ടാവും, മുഹമ്മദ് ഉണ്ടാവും, ഖാദർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഈ ഹൃദയത്തിന്റെ മിടിപ്പ് നിൽക്കുന്ന ആ സമയം തൊട്ടിട്ട് നമ്മൾ എന്തായി മാറി? മയ്യത്തായി മാറി. പിന്നെ നമ്മൾ ഗേൾസോ ബോയ്സോ ഹൈസ്കൂൾ സ്റ്റുഡൻസോ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസോ ഒന്നുമല്ല. പിന്നെ നമ്മൾ എന്താണ്? മയ്യത്താണ്. ആണായാലും പെണ്ണായാലും ആരായാലും പിന്നെ നമ്മൾ മയ്യത്ത് മാത്രം. അപ്പൊ ഈ ഗ്രാമുകൾ തൂക്കമുള്ള ഹൃദയം ഒന്ന് നിലച്ചു പോയാൽ നമ്മൾ എന്തായി മാറി? മയ്യത്തായി മാറി. ഇതാണ് ഈ ദുനിയാവിലെ ജീവിതം. ഇത്ര നിസ്സാരമാണ് ഈ ദുനിയാവിലെ ജീവിതം. 10,000-കണക്കിന് ഞരമ്പുകൾ നമ്മുടെ ചരച്ചോറിലേക്ക് കണക്ഷൻ കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അതിലൂടെയെല്ലാം രക്തമൊഴുകുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ഞരമ്പൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്നു, ഒരുപക്ഷെ നമ്മൾ ഒരു ഭാഗം തളർന്നു പോവും, അല്ലെങ്കിൽ നമ്മൾ എന്തായി മാറും? മയ്യത്തായി മാറും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നനാളത്തിലേക്ക് പോകേണ്ടതിന് പകരം ശ്വാസനാളത്തിലേക്ക് 1 or 2 വറ്റ് പോയി കഴിഞ്ഞാൽ ആ സെക്കൻഡ് അവിടെ തളർന്നു പോവും. പിന്നെ നമ്മൾ എന്തായി? മയ്യത്തായി. അതും അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു തേങ്ങ തലയിലേക്ക് വീണാൽ, ആ തലയുടെ മർമ്മത്ത് കൊണ്ടാൽ മിക്കവാറും നമ്മൾ എന്തായി? മയ്യത്തായി. ഒരു തേങ്ങക്ക് നമ്മുടെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കും. നമ്മളെക്കാൾ എത്രയോ ഭാരം കുറഞ്ഞ ഒരു പാമ്പിന് നമ്മുടെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത, ഒരു ഉറപ്പുമില്ലാത്ത, ഏത് നിമിഷവും അവസാനിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതമാണ് ഈ ദുനിയാവിലെ ജീവിതം. അള്ളാഹു ഈ ദുനിയാവിലെ ജീവിതത്തെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ ജീവിതം നമുക്കുണ്ടാക്കി തന്ന അള്ളാഹു തന്നെ പറഞ്ഞത് എന്ത്? വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്നാൽ വഞ്ചനയല്ലാത്തൊരു ജീവിതം വരാനില്ലേ? അതേതാണ് ആ ജീവിതം? പരലോക ജീവിതമാണ്, സ്വർഗമാണ്. നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എനിക്ക് സ്വർഗമൊന്നും വേണ്ട, ഞാൻ നരകത്തിൽ പോയിക്കോളാം എന്ന് പറയുന്ന ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? എല്ലാവരും സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്. സ്വർഗത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? വഇദാ റഅയ്ത തമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. ആ സ്വർഗത്തെ നബിയെ അങ്ങ് കാണുമ്പോൾ അവിടെ വലിയ വലിയ അനുഗ്രഹങ്ങളും വലിയ വലിയ
രാജാധികാരങ്ങളും നബിയെ അങ്ങക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ദുനിയാവിൽ നമ്മുടേതെന്ന് പറയാൻ 10 സെന്റിലോ 15 സെന്റിലോ ഒരു വീട് മാത്രമാണുള്ളത്. അതിൽ തന്നെ നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, സിബ്ലിങ്സ് ഉണ്ട്, ഒരു പക്ഷേ നമ്മുടെ തറവാടായിരിക്കാം. അത് വളരെ ചെറിയ ഒരു സ്ഥലവും സംവിധാനവും സൗകര്യവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ തന്നത്. എന്താ പടച്ചോന് കഴിയാഞ്ഞിട്ടാണോ? അള്ളാഹുവിന് വലിയൊരു രോഗം സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ. നമ്മൾ ഈ കാണുന്ന സൂര്യൻ, ആ സൂര്യന് എത്ര വലുപ്പമുണ്ട്? ഭൂമിയേക്കാൾ 15 ലക്ഷം മടങ്ങ് വലുപ്പമുണ്ട് അല്ലേ? ഭൂമിയെ പോലെയുള്ള 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം എന്തിനുണ്ട്? സൂര്യനുണ്ട്. ആ സൂര്യന് സമാനമായ അത്രയും വലുപ്പമുള്ളൊരു ഭൂമിയെ അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അതല്ല, സൂര്യനേക്കാൾ 10,000 മടങ്ങ് കോടിക്കണക്കിന് വലുപ്പം വരുന്നൊരു ലോകത്തെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടാണോ? ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിയാഞ്ഞിട്ടാണോ? അല്ല, മറിച്ച് ഈ ദുനിയാവ് അത്ര മതി, ദുനിയാവ് അത്രേ ഉള്ളൂ, ദുനിയാവ് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ദുനിയാവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹയാത്തുൽ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമാണ്, ചതിയുടെ വിഭവമാണ്. ചില ആളുകളെ കുറിച്ച് നരകത്തിൽ ആപതിച്ചതിന് ശേഷം അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വർത്തമാനം എന്താ അറിയോ? വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയ ഫൽയൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. ദുനിയാവിലെ ജീവിതം അവരെ വഞ്ചിച്ചു കളഞ്ഞു, ദുനിയാവിലെ ജീവിതം അവരെ ചതിച്ചു കളഞ്ഞു. ഫൽയൗമ നൻസാഹും, അതുകൊണ്ട് ഇന്നേ ദിവസം, അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ ദിവസം, അവർ നരകത്തിലേക്ക് ആപതിച്ച ഈ ദിവസം, നൻസാഹും, നാം ഇതാ അവരെ മറക്കുകയാണ്. ഇനി നമ്മുടെ കാരുണ്യം അവർക്കില്ല, ഇനി നമ്മുടെ സ്നേഹം അവർക്കില്ല, ഇനി നമ്മുടെ വിട്ടുവീഴ്ചയോ വാത്സല്യമോ അനുഗ്രഹങ്ങളോ ഒന്നും അവർക്കില്ല. കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ. അവരെ പ്രണയിക്കുമ്പോ, അവരെ സിനിമ കാണുമ്പോ, അവരെ പാട്ട് കേൾക്കുമ്പോ, അവരെ അശ്ലീലതകൾ കാണുമ്പോ, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോ, ഈ ദിവസത്തെ അവര് മറന്നതുപോലെ, ഈ മാശറയെ അവര് മറന്നതുപോലെ, ഈ സ്വർഗത്തെ അവര് മറന്നതുപോലെ, ഈ നരകത്തെ അവര് മറന്നതുപോലെ, ഈ ഭയാനകമായ ദിവസത്തെ അവര് മറന്നതുപോലെ, നാം ഇതാ ഇന്നവരെ മറക്കുകയാണ്, വിസ്മരിച്ചു കളയുകയാണ്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട മനുഷ്യരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, പിന്നീട് അവർക്കൊരു കാരുണ്യവുമില്ല, അവർക്കൊരു സ്നേഹവുമില്ല, അവർക്കൊരു പരിഗണനയുമില്ല. അവർ ആ നരകത്തിൽ കടന്നങ്ങനെ അട്ടഹസിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ദീനരോധനങ്ങളും ആർത്തനാദങ്ങളും മുഴക്കിക്കൊണ്ടേയിരിക്കുമെന്നാണ്. മക്കളെ, ഭയാനകമാണ് നരകം, യാഥാർത്ഥ്യമാണ് നരകം. അതൊരിക്കലും ഒരു അതിശയോക്തിയോ കെട്ടുകഥയോ ഒന്നുമല്ല. കെട്ടുകഥയാണ് നരകമെന്ന് ഹൃദയത്തിൽ തോന്നിപ്പോയ മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ സവാഉൻ അലൈക്കും ഇന്നമാ തുജ്സൗന മാ കുൻതും തഅമലൂൻ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിഞ്ഞിട്ട് അവരോട് ചോദിക്കുകയാണ്, ഇത് കെട്ടുകഥയാണോ? നിങ്ങൾ വിചാരിച്ചതുപോലെ ഈ നരകം ഇല്ലാത്തതാണോ? ഈ നരകം അതിശയോക്തിയാണോ? ഈ നരകം ഇല്ലാത്തൊരു കഥയായിരുന്നു? എന്നിട്ട് അവരോട് ചോദിക്കുന്നു, അം അൻതും ലാ തുബ്സിറൂൻ, അതല്ല ഈ യാഥാർത്ഥ്യത്തെ നിങ്ങളിപ്പോ കാണുന്നില്ല എന്നുണ്ടോ? ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക, ഔ ലാ തസ്ബിറൂ, അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക. സവാഉൻ അലൈക്കും, രണ്ടും നിങ്ങൾക്ക് കണക്കാണ്, രണ്ടും നിങ്ങൾക്ക് ഒരുപോലെയാണ്. നോക്കിങ്ങൾ അവരെന്താ വിചാരിച്ച്, ഈ നരകമൊന്നുമില്ല, ഇതൊന്നും ഇല്ലാത്തതാണ്. എന്ത് സ്വർഗം? ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വിചാരണ വേദി കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും ബർസഖ് ലോകം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതൊന്നും ഇല്ലാത്തതാണ് എന്നൊരു മിഥ്യാധാരണയിൽ അവർ ജീവിക്കുകയും അവസാനം ആ നരകത്തിൽ അവർ ആപതിച്ചപ്പോ അവരുടെ ആ ചിന്തയെ പടച്ച റബ്ബ് കളിയാക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു അദാബിൽ നിന്ന്, ആ ഒരു ഖേദത്തിൽ നിന്ന്, ആ ഒരു തീരാദുഃഖത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ആ നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ
ഒരാണിന്റെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? അയാളുടെ ഒരു പല്ലിന് ഉഹുദ് മലയുടെ വലുപ്പം ഉണ്ടാവുന്ന പറഞ്ഞ്. നരകത്തിലേക്ക് പോകുന്ന ഒരു മനുഷ്യന് എത്ര വലിയ ശരീരം കൊടുക്കും? ഉഹുദ് മലയുടെ വലുപ്പം അയാളുടെ ഒരു പല്ലിന് മാത്രം ഉണ്ടാവുന്നതാണ്. ആലോചിച്ച് ഉഹുദ് മല എന്ന് പറഞ്ഞാല് മദീന പള്ളിയിൽ പോയവർക്കറിയാം. മദീന പള്ളിയിൽ നിന്ന് മെയിൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങുമ്പോൾ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള വലിയ ഉഹുദ് മല തെളിഞ്ഞു കാണാൻ പറ്റും. 7 കിലോമീറ്റർ വീതിയും എത്രയോ ആഴവും വലുപ്പവുമുള്ള ഒരു ഉഹുദ് മലയുടെ വലുപ്പമുണ്ടാവും അയാളുടെ ഒരു പല്ലിന് എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ എത്രമാത്രം വലുതായിരിക്കും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു നരകവാസിയുടെ ഒരു തോളിൽ നിന്ന് മറ്റേ തോളിലേക്ക് സഞ്ചരിച്ചെത്തണമെങ്കിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരിയുടെ 3 ദിവസത്തെ വഴിദൂരാണെന്നാണ്. ആലോചിച്ചോക്കുങ്ങൾ, 3 ദിവസം. അപ്പൊ റസൂല പറയുന്ന കാലത്ത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിനെടുക്കാം, കുതിരയുടെ വേഗത്തിൽ ഓടുന്ന ഒരു കുതിര എന്ന് വിചാരിക്കാം. ആ കുതിര 60 km/h ആണ് അതിന്റെ സ്പീഡ് എന്ന് നമ്മൾ വിചാരിക്കാം. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ തന്നെ 60 × 24 എത്രയായിരിക്കും? ആർക്കാ പറയാൻ സാധിക്കുക? 60 × 24 എത്രയായിരിക്കും? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാൽക്കുലേറ്റർ എടുക്കും. നിങ്ങൾ ഇവിടെ ഇല്ലാലോ. 1440. വെരി ഗുഡ്, മാഷാ അല്ലാഹ്. ഒരു ദിവസം കൊണ്ട് ആ കുതിര 1440 കിലോമീറ്റർ സഞ്ചരിക്കും. ഇതേ കുതിര 3 ദിവസം മുഴുവനും സഞ്ചരിച്ചാലോ എത്ര സഞ്ചരിക്കും? 4320 കിലോമീറ്റർ. നിങ്ങൾ അങ്ങനെ ഒരു മനുഷ്യൻ നിങ്ങൾ ഊഹിച്ചു നോക്ക്. 4320 കിലോമീറ്ററോളം വലുപ്പമുള്ളൊരു മനുഷ്യൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എക്സാജറേഷൻ അല്ലേ, ഇതൊക്കെ അതിശയോക്തിയല്ലേ? പ്രിയപ്പെട്ട മക്കളെ, 15 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള സൂര്യനെ പടച്ച റബ്ബിന് 4000 ചില്ലാനം കിലോമീറ്റർ വലുപ്പമുള്ള ശരീരമുള്ള മനുഷ്യനെ ഉണ്ടാക്കുക എന്നത് ഒരു പ്രയാസമേ അല്ല. എന്തിനാണ് ഇത്രയും വലിയ ശരീരം എന്നാലോചിച്ചിട്ടുണ്ടോ? നരകവാസിയുടെ തൊലിയുടെ കട്ടി 40 മുഴം ഉണ്ടാവുന്നതാണ്. 40 മുഴം ഉണ്ടാവുന്നതാണ്. അത്രയും വലിയ തൊലി ഉണ്ടാവും. എന്തിനാണ് ഇത്രയും വലിയ തൊലി? എന്തിനാണ് ഇത്രയും വലിയ ശരീരം? ഞാൻ എൻ്റെ ജീവിതത്തിലൊരു അനുഭവം നിങ്ങളോട് പറയട്ടെ. തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് കുറച്ച് ഒരു 2-3 ആഴ്ച മുമ്പ് എനിക്ക് പുറത്ത് ഒരു ചെറിയ സർജറി കഴിയുമ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അസഹ്യമായ പ്രയാസം ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്താണ് ഇങ്ങനെ വേദന, വല്ലാത്ത വേദന ഉണ്ടല്ലോ, വല്ലാത്ത പ്രയാസം ഉണ്ടല്ലോ. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്, നിങ്ങളുടെ തൊലിയുടെ ലെയറുകൾക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേദന കൂടുതലുണ്ടാവും. നിങ്ങളുടെ സ്ഥാനത്ത് കുറച്ച് മെലിഞ്ഞ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം വേദനയും ഇത്രത്തോളം ആഴും ഉണ്ടാവില്ല. നിങ്ങൾക്ക് തൊലിക്ക് കട്ടി കൂടിയത് കൊണ്ട് വേദന കൂടും. ഞാൻ ആ നിമിഷം, ആ സെക്കൻഡിൽ എൻ്റെ മനസ്സിൽ ആലോചിച്ചു പോയ ഒരു സംഗതിയാണ്, പടച്ചോനെ, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നരകത്തിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ തൊലിക്ക് 40 മുഴം കട്ടിയുണ്ട്. എന്തിനാ കട്ടി എന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നിശ്ചയം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച ആളുകൾ അവര് നാളെ നരകത്തിൽ കിടന്നെറിയുന്നതാണ്. അവരുടെ ഓരോ തൊലിയും കത്തി നശിക്കുമ്പോ അവരുടെ തൊലിയതാ മാറ്റിക്കൊടുക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ്? വേദന അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്, തീരാവേദന അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്, തീരാ നൊമ്പരം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ്. അതിലൊരു അറ്റമില്ല. അവിടെ അവർക്ക് ജീവിതവും മരണവുമില്ല. നരകത്തിലെ തിളച്ചുമറയുന്ന അരുവിയിൽ നിന്ന് അവർ വെള്ളം കുടിക്കുന്നതാണ്. അവരുടെ തൊണ്ടയിലൂടെ, അവരുടെ വയറ്റിലൂടെ ആ ദ്രാവകം ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നാണ്. അവരുടെ തലയോട്ടികൾ ഉരുകിയൊലിക്കുമെന്നാണ്. എന്നാലോ ഈ മനുഷ്യര് മരണമടയില്ല. ഭീകരമായ നരകം, അനന്തമായ കാലം, അറ്റമില്ലാത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ നരകം. അതുകൊണ്ട് എൻ്റെ വാക്ക് കേൾക്കുന്ന ഇന്നീ തലശ്ശേരി ടൗൺ ഹാളിൽ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ, അനുജത്തിമാരെ, ജീവിതത്തിൽ തെറ്റ് ചെയ്യാനുള്ള അവസരം
ഏറ്റവും കൂടുതലുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആരും കാണാതെ, ആരും അറിയാതെ, ആരുടെയും പഴി കേൾക്കാതെ നിങ്ങളുടേതായ ലോകത്ത് സ്വച്ഛന്തം വിഹരിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങൾക്കുണ്ട്. അവിടെ അവസരങ്ങൾ വരുമ്പോ, തെറ്റിലേക്കുള്ള വഴികളുടെ ചൂണ്ടുപലകകൾ കാണുമ്പോ, അവിടെ ഈ നരകത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളെ തടയട്ടെ. സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം നിങ്ങൾ തടയട്ടെ. നിങ്ങളുടെ ഉമ്മയെക്കാൾ എത്രയോ മടങ്ങ് സ്നേഹിക്കുന്ന നിങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത തെറ്റുകളിൽ നിന്ന് നിങ്ങളെ തടയട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഇത്രയും നേരം നമ്മൾ കേട്ട എല്ലാ ക്ലാസ്സുകളിലും കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.